അങ്ങനെ മണാലിക്ക് പോകാനുള്ള ആദ്യത്തെ ദിവസം പിള്ളേരെല്ലാവരും കൂടി ഇതേ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് സെറ്റായി. ഓരോരുത്തർ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വന്ന കേട്ടോ. എല്ലാവരും ഇവിടെ ക്ഷീണമായതുകൊണ്ട് അന്നേ ദിവസം രാത്രി വലിയ പരിപാടിക്കൊന്നും നിന്നില്ല. അതെല്ലാം അതേ ഒരേ സൈഡായി കണ്ടില്ലേ. നമ്മൾ സീറ്റൊക്കെ അറേഞ്ച് ചെയ്ത് സൈഡായി. അടുത്ത ദിവസം രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണി തുടങ്ങി. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ പല ആൾക്കാർ കൊണ്ടുവന്ന സാധനങ്ങൾ ഇതേ വിഷ്ണു ആദ്യം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. എല്ലാം കൂടി മിക്സ് ചെയ്തതേ വിഘ്നേഷാണ് എല്ലാം കൂടി ഉണ്ടാക്കി കലക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. എന്നാൽ പിന്നെ ശരി. അപ്പോൾ അടുത്തത് നോക്കുമ്പോൾ അജേഷ് ലേസും മറ്റ് സാലഡും എല്ലാം കൂടി മിക്സ് ചെയ്ത് എങ്ങനെയുണ്ട് അജേഷ് എന്ന് ചോദിച്ചപ്പോൾ ഒന്നും പറയില്ലെന്ന്. ആശാൻ വായ വരെ തുറന്ന് കളിച്ചത്. പിന്നെ റംസിയുടെ പുഴുവായി. എല്ലാവരും അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളിയായിരുന്നു. തലേ ദിവസം ചേച്ചിയും അനിയനും വരാൻ വൈകിയതുകൊണ്ട് അവരെ പരിചയപ്പെടുത്തുന്ന സീനാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. എൻ്റെ പൊന്നോ വരേണ്ടിയിരുന്നില്ല തോന്നിക്കായിരുന്നു വിഘ്നേഷിൻ്റെ ഈ ഒരു ഇൻട്രോ കണ്ടപ്പോൾ. അവർക്കാണെങ്കിൽ ആകെ നാണം വന്നത് നന്ദൂരൊക്കെ മോൻ കണ്ടില്ലേ. ഇതിൻ്റെ ഇടയിൽ ഞാനും എന്തൊക്കെയൊക്കെ കാണിക്കണ്ടേ. നമ്മളോരോ കളി കളിക്കുന്നതിൻ്റെ ഇടയിൽ രാഹുലിന് കിട്ടിയ പണിയായിരുന്നിട്ടത് ഒരു ചായയും കൊണ്ട് ചായ വിൽക്കാനായിട്ട്. തിരിച്ച് നടന്നു വരുമ്പോൾ ഒരു ചേച്ചി ഫ്രണ്ട് ഉണ്ടായിരുന്നതുകൊണ്ട് ആശാന് വലിയ ചമ്മലില്ലാണ്ട് രക്ഷപ്പെട്ടു. നല്ല രസമായിരുന്നു 2 ദിവസം കേട്ടോ. ഓക്കെ, നല്ല ചീട്ട് കളിയും യൂനോ കളിയും എല്ലാ സാധനങ്ങളും അണ്ടാക്ഷരിയും ഒക്കെ ആയിട്ട് അടിപൊളി. അതിൻ്റെ കൂടെ തന്നെ ഇടയിൽ നല്ല റീലെടുക്കലും. ഓക്കെ, 10-27 പേരായിട്ട് ഒരു പരിചയമില്ലാത്ത ആൾക്കാർ. എന്തല്ലേ. അങ്ങനത്തെ ആ ദിവസവും കഴിഞ്ഞു. രാത്രിയായി. വീണ്ടും എല്ലാവരും ടാറ്റയും പറഞ്ഞ് കിടക്കാൻ പോയി. ട്രെയിനിൽ കയറിയതിൻ്റെ 3-ാമത്തെ ദിവസം രാവിലെ എൻ്റെ മോനെ തണുത്ത് വിറച്ച് ഞങ്ങൾ 6 മണിക്ക് ഇതേ ഈ വ്യൂ ഒക്കെ കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഓരോരുത്തരുടെ മോൻ കണ്ടില്ലേ. നോക്കിയേ വ്യൂ നോക്കിയേ. നമ്മൾ ആഗ്ര എത്താറായിട്ട് പോകുന്ന സമയം കേട്ടോ. നല്ല രസമായിരുന്നു. 6 മണിക്ക് ഉറക്കം ക്ഷീണം നല്ലപോലെ ഉണ്ടായിരുന്നു. എന്നാൽ ഈ വ്യൂ കണ്ടില്ലെങ്കിൽ പിന്നെ എന്തിനാ. ഇതുപോലത്തെ ഇടയ്ക്ക് റീലൊക്കെ എടുക്കണ്ടേ. അങ്ങനെ ഞങ്ങളിത് ആഗ്ര എത്താറായപ്പോൾ ഇറങ്ങി 2 മിനിറ്റ് സ്റ്റേഷനിൽ നിർത്തിയുള്ളൂ. പെട്ടെന്ന് ഇറങ്ങി ഒരു ഫോട്ടോ ഒക്കെ എടുത്തു. അല്ലെങ്കിൽ പിന്നെ വേറെ കിട്ടില്ലല്ലോ. കണ്ടല്ലേ. എന്നിട്ട് എല്ലാവരും ഫോട്ടോ എടുത്തോട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളിത് ഡൽഹി എത്താറായപ്പോൾ പിന്നെ ഒരു ആഗ്രഹം ഒരു വ്ലോഗ് കൂടി ചെയ്യണം. എന്നാൽ പിന്നെ ആയിക്കോട്ടെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തി. അവിടെ ബാഗ് വെക്കാൻ വേണ്ടിയിട്ട് ഓരോ പരിപാടി ചെയ്യുമായിരുന്നു. പക്ഷേ അവന്മാരാണെങ്കിൽ 50 ബില്ലിനും എടുക്കുന്നില്ല. നല്ല പൈസയാണ് പറയുന്നത്. നമുക്കാണെങ്കിൽ പിന്നെ ബാഗ് വെക്കാണ്ട് പോകാനും പറ്റില്ല. നേരെ സരോജിനി മാർക്കറ്റിലേക്ക് പോകണം. അപ്പോൾ പിന്നെ ബാഗ് മാത്രം വെച്ചിട്ട് പോകാമെന്ന് കുറേ സംസാരിച്ചു. അവന്മാർ കുറേ പറ്റും എന്നൊക്കെ പറഞ്ഞ് അറിയാവുന്ന മുറി ഹിന്ദിയിലൊക്കെ നമ്മൾ തട്ടി വിട്ടു. അങ്ങനെ അവസാനം ബാഗ് വെച്ചിട്ട് നമ്മൾ നേരെ സരോജിനി മാർക്കറ്റിലേക്ക് പോയി. പോകുന്ന വഴി രാഹുലിൻ്റെ ഓരോ വികൃതികളെ കള്ളൻ. പിന്നെ സരോജിനി മാർക്കറ്റിൽ നമുക്ക് അധികം നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് വലിയ വീഡിയോ എടുക്കാൻ പറ്റില്ല. നേരെ തിരക്കായിരുന്നേ. അതുകൊണ്ട് നേരെ തിരിച്ചു വന്നു. ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ബാഗ് എടുത്തു. അവിടെ നിന്ന് നേരെ കാശ്മീരി ഗേറ്റിലേക്ക്. അവിടെ നിന്നാണ് നമുക്ക് മണാലിയിലേക്കുള്ള വണ്ടി ഉള്ളത്. അപ്പോഴും ഇവൻ്റെ വ്ളോഗ് എടുക്കൽ തീരുന്നില്ല. എന്നാൽ പിന്നെ ആയിക്കോട്ടെ, കുഞ്ഞുങ്ങളുടെ ആഗ്രഹം അല്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പിന്നെ വ്ളോഗ് എടുത്തു. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ പിന്നെ മണാലിയിലേക്കുള്ള വണ്ടിയിൽ കയറി കേട്ടോ. വണ്ടിയിൽ കയറിയത് മാത്രം അറിഞ്ഞുള്ളൂ. ഞാനും നസ്ലിയും കൂടി അങ്ങനെ സൈഡായി. ദൈവമേ 2 ദിവസം ക്ഷീണമായി വയ്യാണ്ടായി. അത് കഴിഞ്ഞ് രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോഴാണ് എൻ്റെ മോനെ മഞ്ഞ് പെയ്യാണ്, മഴ പൊഴിയാണ്, മകരമാസം. എന്താ മഞ്ഞല്ലേ. ഇപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ വണ്ടിക്ക് ചെറിയ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് നമുക്ക് അങ്ങോട്ട് എത്താൻ പറ്റിയില്ല എന്നുള്ളത്. എന്നാലും കുഴപ്പമില്ല, നമ്മളിത് അവിടെ എത്താറായല്ലോ. എന്നാൽ പിന്നെ ശരിയെന്ന് പറഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് നമ്മളൊരു കടയിൽ കയറിയപ്പോൾ അവിടെ തൈര് വെച്ചിരിക്കുന്നത്, അതിൻ്റെ കൂടെ റൊട്ടിയും വെച്ചിരിക്കുന്നത്. എന്ത് കോമ്പിനേഷനാണെന്ന് ചോദിക്കുമ്പോൾ ഇതാണ് ഇവിടുത്തെ കോമ്പിനേഷൻ, കഴിച്ചോളാം. അതിൻ്റെ കൂടെ ഒരു ചെറിയ പാക്കറ്റിൽ നെയ്യും വെച്ചേക്കുന്നത്. എന്നാൽ പിന്നെ നിങ്ങൾ കഴിച്ചോ എന്ന് പറഞ്ഞിട്ട് അവന്മാർക്ക് അത് കൊടുത്ത് അവന്മാരത് കഴിക്കണതിനിടയിൽ കുറേ ഫോട്ടോയും എടുത്തത് അജേഷിൻ്റെ ഓരോ ലീലാവിലാസങ്ങൾ. ഭക്ഷണം കഴിച്ചതിന് ശേഷം ചായ കുടിക്കുന്ന അജീഷ്, അതിൻ്റെ കൂടെ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്ന നിതിനും പ്രണവും. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് വണ്ടി അങ്ങോട്ട് മാറിയതിന് ശേഷം നമ്മുടെ ഡാൻസ് പരിപാടി തുടങ്ങിയിട്ടായാലും മോനെ മണാലി എത്താറായി എന്നുള്ള സന്തോഷം എല്ലാത്തിൻ്റെ. നോക്കിയാൽ ഒരു ദിവസം മുഴുവൻ ബസ്സിൽ ഇരുന്നിട്ട് അവന്മാർ ഒരെണ്ണത്തിൻ്റെ എനർജി പോയിട്ടില്ല. കണ്ടില്ലേ, അമ്മമാര് വൈബായിരുന്നു.